ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാരൽസ് വ്ളോഗ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളപ്പം ഓണം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഞാൻ 2 ദിവസത്തെയാണ് ഈ ഒരു വ്ളോഗിൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിറങ്ങിയത് കുറച്ച് ഈവനിങ് ആണ്, അപ്പം നമുക്ക് എല്ലാം ഒന്നും ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ജ്വല്ലറിയിലാണ്. നമുക്ക് കുറച്ച് ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ജ്വല്ലറിയിലാണ് പോകുന്നത്. ജ്വല്ലറി എത്തിക്കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. നല്ല വെറൈറ്റി പുതിയ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊട്ടിയം ഡ്രീംസ് മോളിലേക്കാണ് വിടുന്നത്. ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഒരു കുഞ്ഞു കഫയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ സ്നാക്സും അതുപോലെ തന്നെ കോഫി ആയാലും ടീ ആയാലും ലെമൺ സോഡ ആയാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലെ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നമ്മൾ മേടിച്ചത് ചിക്കൻ കട്ട്ലേറ്റാണ്. അവിടെ എല്ലാം ഉണ്ട്. മീറ്റ് റോളുണ്ട്, പിന്നെന്താണ് ഇലയപ്പം എല്ലാം ഉണ്ട് അവിടെ. അപ്പം നമ്മൾ മേടിച്ചത് കട്ട്ലേറ്റാണ്. ഗെയ്സ്, ഞാൻ ലെമൺ സോഡയാണ് വാങ്ങിച്ചത്. അവരൊക്കെ ചായയാണ് കുടിച്ചത്. ഞാൻ ഡാൻസ് കഴിഞ്ഞ് വരുന്ന കാര്യം, അപ്പം എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് വാങ്ങിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കോഫിയെ കുടിക്കത്തുണ്ടായിരുന്നുള്ളൂ. എനിക്കിച്ചിരി തണുപ്പ് കുടിക്കണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ലെമൺ സോഡ ഓർഡർ ചെയ്തു. കൊള്ളായിരുന്നു ഗെയ്സ്, അതും കൊള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പോകാൻ നേരം ഇതൊക്കെ ട്രൈ ചെയ്യുക. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ഡ്രീംസ് മോളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആര്യാസിൽ നിന്ന് മസാല ദോശ ഓർഡർ ചെയ്യാനിരിക്കുകയാണ്. നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഇവരെല്ലാം മേടിച്ചത് പൊടി മസാല ദോശയാണ്. ഞാൻ നോർമലാണ് മേടിച്ചത്. ഞാൻ വെജിൻ്റെ ഒരു ഫാനൊന്നുമല്ല. എനിക്ക് നോൺ വെജാണ് ഇഷ്ടം കൂടുതൽ. അങ്ങനെ ഞാൻ നോർമലാണ് മേടിച്ചത്. അവരെല്ലാവരും പൊടി മസാലയാണ് മേടിച്ചത്. എനിക്ക് അത് നല്ല സ്പൈസിയാണ്. അപ്പോൾ എനിക്ക് സ്പൈസി ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ നോർമൽ മസാല ദോശയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഇവിടുത്തെ കോഫിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കോഫി. നമ്മളിവിടെ വന്നാൽ എപ്പോഴും അത് കുടിക്കാതെ പോകത്തില്ല. ഞങ്ങളെല്ലാവരും അത് ഭയങ്കര ഇഷ്ടമാണ് ആ കോഫി. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ എപ്പോൾ ഈ മോളിൽ വന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യും. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഈ മോളിലാണ് വരാറുള്ളത്. സോ ഗൈസ്, നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഇത്. കറക്റ്റ് ഫുൾ ഓണം ഷോപ്പിംഗ് ആണ്. നമുക്ക് അന്ന് ലേറ്റായത് നമുക്കൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ഡേ ആണിത്. ഓണമൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പാർക്കിംഗ് ഒക്കെ പാടായിരുന്നു. അങ്ങനെ നമ്മൾ തപ്പി അവസാനം നമുക്കൊരു സ്ഥലം കിട്ടി. നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പം നമ്മൾ ഇന്നലെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിച്ചു. നമ്മളങ്ങനെ മാലയൊക്കെ മേടിച്ചു ഗൈസ്. എൻ്റെ വളയുടെ സൈസ് ഇവിടെ ഇല്ല. അപ്പം നമ്മൾ വേറെ ഷോപ്പിൽ നമുക്ക് പോയി തപ്പാം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ്, നിങ്ങൾക്കൊക്കെ ഇനി എൻ്റെ വോയിസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. നമ്മളൊരു മൈക്ക് മേടിച്ചു, അതുപോലെ തന്നെ ട്രൈപോഡും മേടിച്ചു.
വീഡിയോസും അതുപോലെ തന്നെ വോയിസൊക്കെ എടുത്തിട്ട് പക്ക ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെറ്റ്ലാൻഡിലാണ് കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കാൻ. നമ്മളെപ്പോഴും വരുന്ന വെറ്റ്ലാൻഡിലാണ്. നമ്മൾ ഫൈനല് നമ്മൾ ഈ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തത്. ഇനി എനിക്ക് സെറ്റ് സാരി നോക്കാൻ പോകണം. നമ്മൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റ് സാരിയാണ് നോക്കാൻ പോകുന്നത്. താഴത്തെ ഫ്ലോറാണ്. സാരി കൂടെ നോക്കാം. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ചെയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഡ്രസ്സൊക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം ഓണത്തിനുള്ളതെല്ലാം എന്റെ സെറ്റ് ആവും. ഇനി വള മേടിക്കാം. പിന്നെ നല്ല രീതിക്ക് തിരക്കുണ്ട് ഗൈസ്. ഓണം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ട്. വെല്ലിംഗ് സെക്ഷന് നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എനിക്കൊരു ചെരുപ്പും കൂടെ വാങ്ങിക്കണം. അപ്പം ഇനി നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മള് പൂവ് ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കൊടുക്കാം. ഗൈസ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത്. ഞാൻ കടയിൽ വന്നപ്പോ കണ്ടതാണ്. പറയൂ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സ് ആണ് അവരെ കണ്ടപ്പോ ഓടി വന്നെയാണ്. അവർക്ക് എന്താ സംസാരിക്കണ്ടേന്ന് അറിയില്ലായിരുന്നു.